അമ്മ ഇന്ന് കരോള് വരുവേ? പള്ളിന്ന് അല്ല, നമ്മുടെ ടീമിൽ നിന്ന്. ഒരൊറ്റ എണ്ണത്തിനാ ഈ നടയിൽ ഞാൻ കയറ്റൂല. കഴിഞ്ഞ വർഷം ആ പാപ്പ കെട്ടിയ ചെറുക്കാൻ ഇവിടെ നിന്ന് ഒരു സ്റ്റാർ അടിച്ചോണ്ട് പോയി. ഈ വർഷം അവനെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കുറിച്ച് ക്ലാസ് എടുത്തിട്ട് അവനെ ഞാൻ പാപ്പയാക്കുള്ളൂ. കഴിഞ്ഞ വർഷം കരോളിന് പോയപ്പോ അപ്പുറത്തെ വീട്ടിലെ ഒരു വാഴക്കൊല കാണാനില്ലെന്ന് അവരെന്നോട് പരാതി പറഞ്ഞു. സത്യേറ്റം അത് ചെയ്തത് നമ്മളല്ലേ. സംശയം ഉണ്ടെങ്കിൽ അവരുടെ ഇപ്രാവശ്യം ഒരു CCTV ക്യാമറ വെക്കാൻ പറ. പിന്നെ 150 രൂപ വാഴക്കൊലയ്ക്കല്ലേ 10,000 രൂപ കൊടുത്ത് ക്യാമറ വെക്കാൻ പോണത്. മകനെ ഒന്ന് സപ്പോർട്ട് ചെയ്യ് തള്ളേ. പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ രൂപം വയ്ക്കാത്തെന്ന് പള്ളിയിൽ അച്ഛൻ കേട്ടപ്പോ ഇത് എന്നെ കാലത്തെടുത്തെന്ന് പറഞ്ഞ മോനാണ്. അയ്യാ, വളരെ മോശമാണ് നിന്നെ കുറിച്ച് കേൾക്കുന്ന അഭിപ്രായം. ഗൂഗിൾ മാപ്പ് ഇട്ട് മോട്ടിക്കുന്ന കള്ളന് പോലും ഇത്രയും കള്ളത്തരമില്ല. എടാ, നമ്മൾ ഒരു വീട്ടിൽ കരോളിന് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇറച്ചിരം മണം വരുന്നുണ്ടോന്നല്ലേ? അല്ലല്ല, കൈയിടാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോന്ന്. എന്റെ പൊന്നാൽവി, നീ ഇങ്ങനെ ഒരു തോൽവി ആവല്ലേ. ഇതാര ഫോൺ? ഇതാ ജോസഫിന്റെ ഫോണ്. ഈ ജോസഫിന്റെ ഫോണാ? ആ സമയത്തൊക്കെ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്ന? എടാ, പുൽക്കൂട് കിട്ടിയ ജോസഫിന്റെ ഫോണെന്നത്. നീ ഒരു കാര്യം ചെയ്യ്, മറ്റേ പാട്ട് നീ പ്രാക്ടീസ് ചെയ്താ അതൊന്ന് കളി, ഞാൻ ഒന്ന് കാണട്ടെ. പച്ചപ്പാതിരാത്രി കരോള് വന്നിടുമ്പോൾ പട്ടിയഴിക്കല്ലേ സ്നേഹമുള്ളോരേ. അളിയാ, 8 മണിക്ക് മുമ്പേ 10 വീട് കളിച്ച് 700 നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. 700 എന്ത് കണക്കടേ? 650 സാധനം, പിന്നെ വെള്ളം, ടച്ചിങ്സ്, സേർട്ട്, പിന്നെ ഗ്ലാസ് വേണം. അങ്ങനെ 700. മനസ്സിലായില്ലേ മാമാ? ഇന്ന് നമ്മളെ കരോള് വരും, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. നിനക്കൊക്കെ വല്ലോം തരാം. ഞാൻ തോന്നുടാ ജൂറിയാ.